നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലീഗ്സ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ലിയോ മെസ്സിയുടെ ഇൻ്റർ മയാമി മെക്സിക്കൻ ക്ലബ്ബായ അറ്റ്ലസിനെ അവസാന നിമിഷത്തെ ഗോളിൽ വീഴ്ത്തി 3 പോയിൻ്റ് സ്വന്തമാക്കി. ലീഗ്സ് കപ്പിൻ്റെ ഫോർമാറ്റ് ഒരല്പം വിചിത്രമാണ്. നമ്മളത് വിശദമായിട്ട് ഇന്നലെ വീഡിയോ ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. ഓരോ വിജയവും അതുപോലെ തന്നെ ഗോൾ ഡിഫറൻസും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 3 കളി ജയിച്ചാൽ പോലും ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. അതെന്തുകൊണ്ട് എന്നുള്ളതൊക്കെ വിശദമായിട്ട് ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അറിയാൻ താല്പര്യമുള്ളവർ അത് നോക്കിയാൽ മതി. എന്നാൽ ഇന്നിപ്പം അറ്റ്ലസിനെ തോൽപ്പിച്ചതിന് ശേഷം ലിയോ മെസ്സിയോടുള്ള ചോദ്യം, എത്ര ദൂരം ഈ ടീമിന് മുന്നോട്ട് പോകാൻ പറ്റും? മെസ്സിയുടെ മറുപടി, ഡി ബോൾ കൂടി വന്നപ്പോൾ ഞങ്ങൾ കൂടുതൽ ശക്തമായ ടീമാണ്, നല്ല ടീമാണ്, ഞങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് സ്വപ്നങ്ങൾ കാണാൻ പറ്റും, എല്ലാറ്റിനു വേണ്ടിയിട്ടും ഞങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യണം. ഞങ്ങൾ കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിൽ മികച്ച പ്രകടനമാണ് നടത്തിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് ഫൈനലിൽ എത്താമായിരുന്നു, പക്ഷേ ചില സില്ലി മിസ്റ്റേക്കുകൾ തിരിച്ചടിയായി. അങ്ങനെയാണ് ഫുട്ബോൾ. MLS ഞങ്ങൾ നന്നായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇനിയും മത്സരങ്ങൾ അവിടെ കളിക്കാനുമുണ്ട്. ടോപ്പ് സ്പോർട്സിന് വേണ്ടി ഞങ്ങൾ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വേൾഡ് കപ്പിലെ പ്രകടനത്തിലും ഞാൻ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് നല്ല ടീമുണ്ട്. ഡി ബോളിൻ്റെ വരവോടുകൂടി കൂടുതൽ ശക്തരായി ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് തുടരും. ഞങ്ങൾക്ക് സ്വപ്നം കാണാനും പറ്റും. സോഫാർ US നിന്ന് ഒരു ടീമും ലീഗ്സ് കപ്പിൽ വിജയിച്ചിട്ടില്ല. സോ 3 പോയിൻ്റ് സ്വന്തമാക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെ ഞങ്ങൾ മികച്ച രൂപത്തിലാണ് പോകുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുമ്പോൾ MLS നിന്നുള്ള ഒരു ടീമും ലീഗ്സ് കപ്പിൽ വിജയിച്ചിട്ടില്ലായിരുന്നെങ്കിലും ഇപ്പോൾ ഇന്നത്തെ കളികൾ പൂർത്തിയാകുമ്പോൾ പോർട്ട്ലാൻഡും മിന്നസോട്ടയും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർ മയാമിയേക്കാൾ കൂടുതൽ ഗോളുകളും അവർ നേടിയിട്ടുണ്ട്. നിലവിൽ ലീഗ്സ് കപ്പിൻ്റെ MLS ടേബിളിൽ ഒന്നാമതുള്ളത് പോർട്ട്ലൻഡാണ്, 2 മിന്നസോട്ട, 3 ഇൻ്റർ മയാമി. അപ്പോൾ അതുകൊണ്ട് ഇനിയും മത്സരങ്ങൾ കടുക്കും എന്നർത്ഥം. കൂടാതെ ലിയോ മെസ്സി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് കഴിഞ്ഞ കളി കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ MLS. നിർബന്ധിത റെസ്റ്റാണ്, അങ്ങനെയാണ് മഷ്റാന പറഞ്ഞത്. സ്വഭാവം അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തിയതാണ് ഓൾ സ്റ്റാർ ഗെയിം കളിക്കാത്തത് കൊണ്ട്. അപ്പോൾ റെസ്റ്റ് എടുത്ത് നന്നായില്ലേ, ഫിസിക്കലി ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ മറുപടി, യെസ്, റെസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ ഗെയിമിൻ്റെ തുടക്കത്തിൽ എനിക്ക് ബിറ്റ് ഹെവി ആയിട്ട് ഫീൽ ചെയ്തു. ഏതായാലും അതിൻ്റെ കാരണം കളിക്കാതെ കുറച്ച് ദിവസം ഇരുന്നിട്ട് വന്ന് കളിച്ചതാണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കഴിഞ്ഞ വീക്കെൻഡിൽ കളിക്കാൻ പറ്റിയില്ല. ഞാൻ കളിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നില്ല. ബട്ട് എനിവേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടീം വിജയിക്കുക എന്നുള്ളതാണ്. അതിൽ ഞാൻ ഹാപ്പിയാണ് എന്നുകൂടി ഇപ്പോൾ ലിയോ മെസ്സി പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടുക.